أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي أنزل من السماء ماء لكم منه شراب ومنه شجر فيه تسيمون ينبت لكم به الزرع والزيتون والنخيل والأعناب ومن كل الثمرات إن في ذلك لآية لقوم يتفكرون. صدق الله العظيم. സൂറത്തു നഹ്ലിലെ 10-11 ആയത്തുകൾ. ഹുവ അവൻ അല്ലദീ അൻസല ഇറക്കിയവനാണ്, മിനസ്സമായി ആകാശത്ത് നിന്ന്, മാഅൻ വെള്ളത്തെ, ലക്കും നിങ്ങൾക്കുണ്ട്, മിൻഹു അത് മുഖേന അല്ലെങ്കിൽ അതുമൂലം അതിൽ നിന്ന്, ഷറാബുൻ കുടിനീര് അല്ലെങ്കിൽ പാനീയം, വമിൻഹു നിങ്ങൾക്ക് അത് മുഖേനയുണ്ട്, ഷജറുൻ മരങ്ങൾ, ഫീഹി അതിൽ, തുസീമൂൻ നിങ്ങൾ കാലികളെ മേയ്ക്കുന്നു, നിങ്ങൾ മേയ്ക്കുന്നു. ഷജർ എന്ന് പറഞ്ഞാൽ മുളച്ചു പൊന്തുന്ന എല്ലാറ്റിനും പറയും. വലിയ മരങ്ങളും ചെറിയ ചെടികൾക്കും മൊത്തത്തിലെ വാക്ക് പറയും. ഷജറത്തുൻ ജമ്മ് ഷജറുൻ. ഫീഹി അതിൽ, തുസീമൂൻ നിങ്ങൾ കാലികളെ മേയ്ക്കുന്നു. യുംബിത്തുലക്കും നിങ്ങൾക്ക് അവൻ മുളപ്പിച്ചു തരുന്നു, ബിഹി അതുപയോഗിച്ച്, അസ്സർ കൃഷിയെ, വസ്സൈത്തൂന ഒലീവിനെയും, വന്നഖീല ഈത്തപ്പനയെയും, വല്ല അനാബ മുന്തിരികളെയും, വമിൻ കുല്ലി സമറാത്ത് സകല കായ്ക്കനികളെയും, കായ്ക്കനികളായിട്ടുള്ളതിനെയും, മിൻകുല്ലി മിൻ എന്ന് പറഞ്ഞത് ആയിട്ടുള്ള എന്നർത്ഥം, മിൻകുല്ലി മിൻ അതിൽ നിന്ന് എന്നർത്ഥത്തിലും വരും. മിൻകുല്ലി സമറാത്ത് എല്ലാ സമറാത്ത് ആയിട്ടുള്ളതും, ഇന്ന ഫീ ദാലിക നിശ്ചയം അതിലുണ്ട്, ല ആയത്തൻ ഒരു തെളിവ് അല്ലെങ്കിൽ ഒരടയാളം, ലി ഖൗമിൻ യതഫക്കറൂൻ ചിന്തിക്കുന്ന ജനതക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ചെയ്തു കൊടുത്ത ജീവിത സൗകര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് അതിൻ്റെ ഇടയിൽ വഴി കാണിക്കുക, സന്മാർഗദർശനം എന്നത് അല്ലാഹു അവൻ്റെ ബാധ്യതയായിട്ട് റിസ്ഖ് പോലെ തന്നെ ഏറ്റെടുത്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് പിന്നീട് അല്ലാഹുവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന അടയാളങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. അതിലൊന്നാണ് വെള്ളം. ഹുവല്ലദീ അൻസല മിനസ്സമാഇ മാഅൻ. അൻസല മിനസ്സമാഇ മാഅൻ എന്നതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സാധാരണ സംഭവിക്കുന്ന മഴ, അതിനെ സംബന്ധിച്ചാണ്. രണ്ട്, ഈ വെള്ളം എവിടെ നിന്ന് വന്നു? ഭൂമി ചുട്ടുപഴുത്ത ഒരു ഗോളമായിരുന്നു എന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ പിന്നെ അതിൽ വെള്ളത്തിന് നിലനിൽപ്പുണ്ടാക്കുകയില്ല. പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് പ്രത്യേകമായി ഇറക്കിയതാകാം വെള്ളം. വേറെ പലതിനെപ്പറ്റിയും അങ്ങനെ പറയുന്നുണ്ട്. സൂറത്തുൽ ഹദീദിൽ അൻസൽനൽ ഹദീദ ഇരുമ്പിനെ ഇറക്കി എന്ന് പറയുന്നുണ്ട്. ഇരുമ്പ് ഇറക്കി എന്ന് പറഞ്ഞാൽ ശാസ്ത്രം അത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ്. ഭൂലോകത്ത് വെച്ചല്ല, ഭൂമിയിൽ വെച്ചല്ല ഇരുമ്പുണ്ടാക്കിയത്, മറ്റെവിടെയോ ഗോളത്തിൽ വെച്ചുണ്ടാക്കി അത് പൊട്ടിത്തെറിച്ച് ചിന്നിച്ചിതറി ബഹിരാകാശത്ത് കറങ്ങി നടന്നു, ഉൽക്കകളായി ഭൂമിയിൽ വന്ന് പതിച്ചു. അങ്ങനെയാണ് ഭൂമിയിൽ ഇരുമ്പുണ്ടായത് എന്ന്. അതിനെക്കുറിച്ച് അല്ലാഹു പറയുന്നത് അൻസൽനൽ ഹദീദ എന്നാണ്. എന്നതുപോലെ അൻസല മിനസ്സമാഇ മാഅൻ വെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ വെള്ളമായിട്ടുള്ളത് അവൻ ഇറക്കി ആകാശത്ത് നിന്ന് എന്നാണ്. അപ്പോൾ പുറത്തുനിന്ന് എവിടുന്നോ വന്ന സാധനമാണ് വെള്ളവും.
എന്നൊരു സൂചന അതിലുണ്ട്. ആദ്യമായി വെള്ളമുണ്ടായത്, പിന്നീട് അതിങ്ങനെ ജലചക്രം അഥവാ നീരാവി അതുപോലെ മഴമേഘങ്ങൾ ഒക്കെ മുകളിലേക്ക് പോയി വീണ്ടും തിരിച്ചു വന്ന് ഇങ്ങനെ വരുന്ന ഒരു ജലചക്രം അവൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. ലക്കും മിൻഹു ഷറാബുൻ, അതുമൂലം നിങ്ങൾക്ക് കുടിവെള്ളമുണ്ട്. ഉപ്പുവെള്ളമാണ് കടലിൽ ഭൂരിപക്ഷമുള്ളത്, അല്ലെങ്കിൽ ഭൂമിയിൽ ഭൂരിപക്ഷം വെള്ളവും ഉപ്പുവെള്ളമാണ്. ആ ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പില്ലാത്ത കുടിനീര് അള്ളാഹു ഭൂമിയിൽ മിക്ക സ്ഥലത്തും മഴ മൂലവും ഉറവ മൂലവുമൊക്കെ ലഭ്യമാക്കുന്നു. അതൊക്കെ അള്ളാഹു തആല ചെയ്തതാണ്. അവനാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് എന്നാണ് ഹുവല്ലദീ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. ഹുവല്ലദീ അൻസല, അവനാണ് ഇറക്കിയവൻ, മിനസ്സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് വെള്ളം, ലക്കും മിൻഹു ഷറാബുൻ, അതിൽ നിങ്ങൾക്ക് പാനീയമുണ്ട്, വമിൻഹു ഷജറുൻ, ആ പാനീയം മാത്രമല്ല വെള്ളം മൂലമുള്ളത്, ഷജറുണ്ട്. ഷജറത്തുൻ ജമ്മു ഷജറുൻ, അഥവാ മുളച്ചു പൊന്തുന്ന സകലമാന വസ്തുക്കളും. വെള്ളമില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഇപ്പോൾ ബഹിരാകാശ ഗവേഷണങ്ങളിൽ ചന്ദ്രനിൽ വെള്ളമുണ്ടോ ചൊവ്വയിൽ വെള്ളമുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. വെള്ളമുണ്ടെങ്കിൽ ജീവനുണ്ടാകും. അങ്ങനെ പുല്ലുകളും അതുപോലെ മരങ്ങളുമൊക്കെ മുളച്ചു. ഫീഹി തുസീമൂൻ, അതിലാണ് നിങ്ങൾ കാലികളമേക്കുന്നത്. അഥവാ കാലികളമേക്കാൻ ഈ നാടോടികളായ അറബികൾക്ക്, നാടോടികളായ ആർക്കും പുല്ല് ഉള്ളിടത്ത് മേയ്ക്കുകയല്ലാതെ അതുണ്ടാക്കാൻ കഴിയില്ല. അല്ലാഹു തആല മുളപ്പിച്ചാൽ തന്നെ അതുണ്ടാക്കുകയുള്ളൂ. പഴയ കാലത്ത് പ്രത്യേകിച്ചും പുൽമേടുകൾ തേടി പോവലാണ്. ഇപ്പോൾ പുൽകൃഷിയൊക്കെ ഉണ്ട്, അതും വെള്ളവും അള്ളാഹുവിൻ്റെ സഹായവുമില്ലാതെ മുളക്കുകയില്ല, മേയ്ക്കാൻ പുല്ലുണ്ടാകുകയുമില്ല. അങ്ങനെ ഈ പുല്ലും അതുപോലെ മരങ്ങളുടെ ഇലകളും ഒക്കെ വെച്ചാണല്ലോ കാലികളെ വളർത്തുന്നത്. ഏത് കാലികളെ? മുകളിൽ പറഞ്ഞിട്ടുണ്ട് കാലികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന്. യുംബിതുലക്കും ബിഹി സർഅ വസ്സൈതൂന വന്നഖീല വൽഅനാബ, അതുമൂലം അവൻ സർഅ മുളപ്പിച്ചു തരുന്നു, പിന്നെ ഒലീവ്, പിന്നെ ഈത്തപ്പന, അതുപോലെ മുന്തിരി. ഇവയൊക്കെ എന്തിനാണ് എടുത്തു പറഞ്ഞത്? അടിസ്ഥാന അറബികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അതിൽ സെർഅ എന്ന് പറഞ്ഞാൽ വേറെയും പറഞ്ഞല്ലോ, അതൊക്കെ കൃഷി തന്നെയല്ലേ. ഒലീവ് കൃഷി, ഈത്തപ്പന കൃഷി, മുന്തിരി കൃഷി ഇങ്ങനെയാണ് പറയുക. പക്ഷേ സെർഅ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഈ ചളിയും വെള്ളവുമൊക്കെ ആയി നടത്തുന്ന കൃഷിയുണ്ടല്ലോ, പിന്നെ നെല്ല്, ഗോതമ്പ്, ഇങ്ങനെയൊക്കെ പാടത്ത് ഉഴുതുമറിച്ച് വിത്തിട്ട് മുളപ്പിച്ച് കൊയ്തെടുക്കുന്ന ആ കൃഷിയെയാണ് അസ്ലിൽ സെർഅ എന്ന് പറയാം. നമ്മൾ കർഷകരുടെ ചിഹ്നം എന്ന നിലക്ക് ഒരു കലപ്പയേന്തിയ കർഷകനും രണ്ട് കാളകളും ഒക്കെയാണല്ലോ വരച്ച് വെക്കാറുള്ളത്. അല്ലാതെ മുന്തിരി കൃഷിയും ഈത്തപ്പന കൃഷിയും ഒന്നും ഒരു ഐക്കണായിട്ട് ഉപയോഗിക്കാറില്ല. കാരണം കൃഷിയുടെ അസ്ല് അതാണ്. ബാക്കിയുള്ളതും കൃഷിയാണ്. പിന്നീട് തേനീച്ച കൃഷി എന്ന് വരെ നമ്മളിപ്പോൾ പറയാറുണ്ട്. തേനീച്ച കർഷകർ, അതുപോലെ കാലികളെ വളർത്തുന്നവരെ ക്ഷീര കർഷകർ എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ അസ്ലിൽ കർഷകൻ പാടത്തും പണിയെടുക്കുന്നവനാണ്. അതുകൊണ്ടാണ് സെർഅനെ വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് ഉണ്ടാകുന്നത് വെള്ളം മൂലമാണ്, വെള്ളമില്ലാതെ നടക്കില്ല. അതുപോലെ ഒലീവ് ഈ ജോർഡാൻ അതുപോലെയൊക്കെയുള്ള നാടുകളിൽ ധാരാളമായിട്ട് വളരുന്നതാണ്. ഈ സാധാരണ നമ്മുടെ ഗൾഫ് നാടുകളിൽ കുറവാണ്. എന്തായാലും എണ്ണ ആവശ്യത്തിന് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഒലീവ് എന്ന് പറയുന്നത്. അതുപോലെ ഈത്തപ്പഴം, അത് അറബ് നാടുകളിൽ, ജസീറത്തുൽ അറബ് പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ വല്ല അയനാബ്, പിന്നെ ഇറാഖ് പോലെയുള്ള അറബ് നാടുകളിലുമുണ്ട് വല്ല അയനാബ്. അതുപോലെ തന്നെ മുന്തിരി കൃഷി. ഇതൊക്കെ അല്ലാഹു തആല ഉൽപ്പാദിപ്പിച്ച് തരുന്നത് ഈ വെള്ളം മൂലമാണ് എന്നാണ്. യുംബിത്തു ലക്കും ബിഹി സർഅ, അവിടെയൊക്കെ അവൻ മുളപ്പിച്ചു തരുന്നു. യുനസ്സിലു അല്ലെങ്കിൽ ഹുവല്ലദീ അൻസല, പിന്നെ യുംബിത്തു, ഇതൊക്കെ അല്ലാഹു തആലയാണ് ചെയ്തു തരുന്നത് എന്ന് ഊന്നിപ്പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. വമിൻ കുല്ലി സമറാത്ത്, ഉദാഹരണം പറഞ്ഞതാണ് സെർഉം സൈത്തൂനും നഖീലും അയനാബും.
അങ്ങനെയുള്ള സകല ഫലവർഗ്ഗങ്ങളും മഴ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുളപ്പിച്ചു തരികയാണ്. അതിലൊന്നും യാതൊരു പങ്കും മനുഷ്യർ ഇലാഹുകളായി കരുതുന്ന ആർക്കുമില്ല എന്ന് ലാ ഇലാഹ അൻ അന്ദിറു ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ എന്ന് പറഞ്ഞതിലേക്ക് ചേർത്ത് വിശദീകരിക്കുകയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ അള്ളാഹു ചെയ്തു തരുന്നതാണ്, അതിലൊന്നും വേറെ ആർക്കും ഒരു പങ്കുമില്ല. ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമിൻ യതഫക്കറൂൻ, നിശ്ചയം ഇതിലൊക്കെ ചിന്തിക്കുന്ന ജനതക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കുവാനുള്ള അടയാളം ഉണ്ട്. ഇത് കണ്ടാൽ മനസ്സിലാകും ഇതിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവ് വളരെ ഉന്നതനും ഏകനുമാണ് എന്ന്. വഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ യദുല്ലു അലാ അന്നഹു വാഹിദുൻ എന്ന് ഇമാം ഇബ്നു കസീർ കവിത ഉദ്ധരിക്കുന്നത് കാണാം. സകല വസ്തുക്കളും അള്ളാഹുവിൻ്റെ തൗഹീദിനെ വിളിച്ചറിയിക്കുന്നതാണ്. അതാർക്കാ മനസ്സിലാകുക? ഫിക്റുണ്ടെങ്കിലാണ്. സത്യവിശ്വാസികളുടെ വിശേഷണം പറഞ്ഞിടത്ത് യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അവർ ചിന്തിക്കും. എന്നിട്ട് അവർ അത്ഭുതപ്പെട്ട് പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില, നാദാ ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല. പിന്നെ അള്ളാഹുവിനെ അവർ വാഴ്ത്തും സുബ്ഹാനക. പിന്നെ അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ കെഞ്ചും. അതിലേക്കൊക്കെ എത്തുന്നതാണ് ഫിക്ർ എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്റില്ലാതെ നാൽക്കാലികളെപ്പോലെ യഅ്കുലൂന കമാ തഅ്കുലുൽ അൻആം, കാലികൾ തിന്നും പോലെ തിന്നാൽ ഈ പറയുന്ന സാധനങ്ങളൊന്നും വെള്ളം കുടിക്കുമ്പോഴും അതുപോലെ കാർഷിക വിഭവങ്ങൾ ഭക്ഷണമായിട്ട് കഴിക്കുമ്പോഴും എണ്ണ ഉപയോഗിക്കുമ്പോഴും ഈത്തപ്പഴം തിന്നുമ്പോഴും മുന്തിരി തിന്നുമ്പോഴും അതുപോലെ മുളച്ചു പൊന്തിയ മറ്റ് ഫലവർഗ്ഗങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴും ഒന്നും ചിന്തിക്കുന്നില്ല. നാൽക്കാലി തിന്നും പോലെ തിന്നുകയാണെങ്കിൽ ഒന്നും മനസ്സിലാകില്ല. അല്ലെങ്കിൽ തൗഹീദ് മനസ്സിലാകാൻ ആ ഭക്ഷണപാത്രത്തിലേക്ക് കയ്യിലുള്ള ഫലവർഗ്ഗങ്ങളിലേക്ക് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാകും. അതിലൊന്നും എന്തെങ്കിലും തരത്തിലുള്ള അതിൻ്റെയൊക്കെ സൃഷ്ടിപ്പോ അതിൻ്റെയൊക്കെ വളർച്ചയോ ഒന്നും അവകാശപ്പെടുന്ന ഒരു ഇലാഹ് പോലുമില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെതാണ് എന്ന് ഏവർക്കും ബോധ്യമുള്ളതാണ്. എങ്കിൽ അവൻ മാത്രമാണ് ഇലാഹ്, അവനെ സൂക്ഷിക്കുവീൻ എന്ന ആഹ്വാനം തികച്ചും ഉചിതമാണ് എന്ന്, അനുയോജ്യമായതാണ് എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന അടയാളം ലഭിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അടുത്ത ആയത്തിൽ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.